നമ്മൾ ഈ IPL കുറിച്ച് പറയുമ്പോൾ ഏറ്റവും മികച്ച ടീം ഏതാണ് എക്കാലത്തെ എന്ന് പറഞ്ഞിട്ട് ഒരുപാട് ഫാൻ ഫീറ്റ് കാണാറുണ്ട്. ചെന്നൈ സൂപ്പർ കിങ്സും മുംബൈ ഇന്ത്യൻസാണ് കാര്യമായിട്ട് ഉള്ള അടി. പിന്നെ KKRും RCB ഒക്കെ അങ്ങനെ കപ്പ് മാത്രം നോക്കിയിട്ട് അല്ല, മറ്റു പല ഘടകങ്ങൾ നോക്കുമെന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ വലിയൊരു ഡിബേറ്റാണ് എപ്പോഴും IPLലെ ഗോട്ട് പ്ലെയർ ആരാന്നുള്ളത്. അത് എന്നും ഒരു ഉത്തരം കിട്ടാത്ത ചോദ്യമാണ്. കാരണം ഒരുപാട് പ്ലേയേഴ്സ് ഉണ്ട്, ഓരോ പ്ലേയേഴ്സും വലിയ ഫാൻ ബേസ് ഉള്ള ആളുകൾ വേണം. അപ്പോൾ അങ്ങനെ ഒരുപാട് പേരുകളുണ്ട്. അപ്പോൾ ഇതിൽ നമുക്കൊരു IPLലെ ഗോട്ട് പ്ലെയർ ആരാന്നുള്ളതെന്ന് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാൻ തോന്നും. നമ്മൾ തമ്മിൽ ഓരോ പേരുകൾ വെച്ച് തന്നെ നമുക്കിങ്ങനെ സ്റ്റാർട്ട് ചെയ്യാൻ തോന്നും. സ്റ്റാർട്ട് ചെയ്യണതിന് മുമ്പ് ഒരു കാര്യം മാത്രം നിങ്ങൾ നോക്കണത്, ഒന്നുമില്ലെങ്കിൽ വ്യക്തിപരമായിട്ട്, അല്ലെങ്കിൽ അവരുടെ കോൺട്രിബ്യൂഷൻ ടീമിനോടുള്ള. ഇപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ ഫുട്ബോളത്തെ ഗോട്ട് യോഹാൻ ക്രൂയിഫാണ്. എൻ്റെ മനസ്സിലൊരു സംശയമില്ല. പക്ഷെ ഇമ്പാക്റ്റിൽ കളിക്കാരനായിട്ടും കോച്ചായിട്ടും. പക്ഷെ ക്രൂയിഫ് ഒന്നും ജയിച്ചില്ല. കളിക്കാരനായിട്ട് ക്ലബ് ലെവലിൽ ജയിച്ചു, പക്ഷെ അന്താരാഷ്ട്ര ലെവലിൽ ജയിച്ചില്ല. അപ്പം അത് പലരും അദ്ദേഹത്തിനെതിരെ വെക്കേണ്ട ഒരു ഫാക്ടറായിട്ട്. പെലെ 3 ലോകകപ്പ് ജയിച്ചു, മാരഡോണ 1 ജയിച്ചു, മെസ്സി 1 ജയിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം അതെന്താണ് കാറ്റഗറൈസേഷൻ എന്ന് നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ ഈ ഗോഡ് ഡിബേറ്റിൽ നമ്മൾ ആദ്യം എടുക്കുന്ന പേര് വിരാട് കോഹ്ലിയാണ്. വിരാട് കോഹ്ലി 2008 സീസൺ മുതൽ ഇങ്ങോട്ട് എല്ലാ സീസണും കളിക്കുന്നുണ്ട്. ഒരേ ഫ്രാഞ്ചൈസിക്ക് വേണ്ടി കളിച്ച ആളാണ്. ഒരു പക്ഷേ ഏതാണ്ട് എല്ലാ ബാറ്റിംഗ് റെക്കോർഡുകളും കോഹ്ലിയുടെ പേരിലാണ്. ഏറ്റവും കൂടുതൽ റൺസ് അദ്ദേഹത്തിൻ്റെ പേരിലാണ്. ഒരു സീസണിൽ ഏറ്റവും കൂടുതൽ റൺസ് ആ പേരിലാണ്. ഏറ്റവും കൂടുതൽ സെഞ്ചുറി കോഹ്ലിയുടെ പേരിലാണ്. അങ്ങനെ ഒരുപാട് റെക്കോർഡ്സ് കോഹ്ലിയുടെ പേരിലുണ്ട്. പക്ഷേ കോഹ്ലിക്കുള്ള പ്രശ്നം എന്ന് പറയുന്നത്, കോഹ്ലി ഒരു ട്രോഫി ജയിക്കാൻ എത്രയോ കാലം എടുത്തു. മാത്രമല്ല ഒരുപാട് സീസൺ എന്താ പറയുക, ക്യാപ്റ്റനായിട്ടും ഒരു ട്രോഫി കിട്ടിയിട്ടില്ല എന്നുണ്ട്. അപ്പോൾ സാറ് കോഹ്ലിക്ക് ഒരു ഗോട്ട് ഡിബേറ്റിൽ എത്ര മാർക്ക് കൊടുക്കും എന്നുള്ളതാണ് പ്രോസും കോൺസും? 9 മാർക്ക് കൊടുക്കുക. എന്താ വെച്ചാൽ ഇത്രയും കൺസിസ്റ്റൻ്റ് ആയിട്ട് ഇത്രയും കൊല്ലം പെർഫോം ചെയ്യാന്ന് പറഞ്ഞാൽ, അത് പെർഫോം ചെയ്യാന്ന് മാത്രമല്ല, അതിൻ്റെ ഇടയ്ക്ക് ഒരു 2021, 22 ആ സമയത്ത് സ്ട്രൈക്ക് റേറ്റും റൺസും ഒക്കെ കുറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് തിരിച്ചു വരാൻ ഇപ്പം കഴിഞ്ഞ 4 സീസണായിട്ട് 600 റൺ, അതും സ്ട്രൈക്ക് റേറ്റ് ഇങ്ങനെ കൂടിക്കൂടി വരിക. ഇപ്പോൾ ഈ സീസൺ ഒരു ഇന്നിങ്സ് സ്ലോ ആയി കളിച്ചിട്ടും കൂടി സ്ട്രൈക്ക് റേറ്റ് 163 ഇന്ത്യയിൽ ഭയങ്കര മാറ്റമുണ്ട്. അപ്പോൾ ഭയങ്കര ഒരു ഏറ്റവും മികച്ച കളിക്കാരെന്ന് പറഞ്ഞാൽ അവർക്ക് ഇങ്ങനെ റീഇൻവെൻറ്റ് ചെയ്യാൻ പറ്റും അവരെ തന്നെ. അപ്പം അത് കാരണം ഞാൻ കോഹ്ലിക്ക് എന്തായാലും ഒരു 50 മാർക്ക്. നമ്മൾ കോഹ്ലിയുടെ ക്യാപ്റ്റൻസിയെ കുറിച്ച് എന്താണ് അഭിപ്രായം? ക്യാപ്റ്റൻസിയെ പറ്റി ഞാൻ മോശമായിട്ടൊന്നും പറയില്ല. പക്ഷെ ഒരു IPL ജയിക്കണമെങ്കിൽ നിങ്ങൾക്ക് പല കാര്യങ്ങളും ഒത്തു വരണം. അതിൽ ചിലപ്പോൾ ബോളിംഗ് ഉണ്ടാവില്ല. ഈ 4 ഫോറിൻ പ്ലെയേഴ്സിനെ നിങ്ങൾ നേരത്തെ പറഞ്ഞു, 2 പേര് സ്പിന്നേഴ്സ് ആയി കഴിഞ്ഞാൽ എങ്ങനെ ടീമിൻ്റെ ബാലൻസ് വരും, ഓവർസീസ് പ്ലെയേഴ്സ്. അപ്പോൾ ഈ പല ടീമുകൾക്ക് RCBക്ക് അത് എപ്പോഴും ഒരു വലിയ പ്രശ്നമായിരുന്നു. വെച്ചാൽ ഗെയിലും AB ഡിവിലിയേഴ്സും എന്തായാലും കളിക്കണം. പിന്നെയുള്ള 2 സ്പോട്ടിൽ മികച്ച ബോളേഴ്സിനെ ചിലപ്പോൾ കിട്ടിയില്ല എന്ന് വരും. അപ്പോൾ ആ ഒരു ബാലൻസ് ഫൈൻഡ് ചെയ്യാൻ പറ്റാത്തൊരു പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പോൾ കോഹ്ലിയുടെ മാർക്ക് 9ആണ്. ഇനി നമ്മൾ എടുക്കുന്നത് രോഹിതിനെയാണ്. രോഹിത് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഡെക്കാൻ ചാർജേഴ്സിൽ തുടങ്ങിയൊരു നീണ്ട കരിയറാണ്. ഡെക്കാൻ ചാർജേഴ്സിൽ അദ്ദേഹം വലിയ ഇമ്പാക്റ്റ് ഉള്ള മത്സരങ്ങളുണ്ടായിരുന്നു. അവിടെയും ട്രോഫി ജയിച്ചിട്ടുണ്ട്. പല ലാസ്റ്റ് ഓവർ മത്സരങ്ങൾക്ക് അദ്ദേഹം വിജയിപ്പിച്ചിട്ടുണ്ട്. പിന്നീട് അദ്ദേഹത്തിൻ്റെ ഒരു പുതിയ യുഗം തുടങ്ങുന്നത് മുംബൈയിലാണ്. 2013 സീസണിൽ പോണ്ടിങ് ഒരു പാതി വയിൽ മാറുകയും രോഹിത് വരികയും ചെയ്യുന്നു. ആ സീസൺ തന്നെ മുംബൈ കപ്പടിക്കുന്നു. അപ്പോൾ രോഹിതിൻ്റെ 2 കാര്യങ്ങൾ പരിഗണിക്കണം. ഒന്ന്, ക്യാപ്റ്റൻ എന്ന നിലയിലുള്ള വലിയ ഇമ്പാക്റ്റ് ഉണ്ട്, കൂടെ ബാറ്റർ എന്ന നിലയിലുണ്ട്. ഒന്ന് ബാറ്റർ എന്ന നില പരിഗണിക്കുമ്പോൾ ചിലപ്പോൾ നമ്മൾ കോഹ്ലിക്ക് താഴേക്ക് റേറ്റ് ചെയ്യാം. കാരണം കൺസിസ്റ്റൻ്റ് അല്ലായിരുന്നു, പല സീസണുകളിലും മോശമായിരുന്നു, എന്നാൽ ഗംഭീരമായി കളിച്ച സമയങ്ങളും ഉണ്ടായിട്ടുണ്ട്. എന്നാൽ ക്യാപ്റ്റൻ എന്ന രീതി മികച്ച റെക്കോർഡുണ്ട്. ക്യാപ്റ്റൻ എന്നുള്ള രീതിയിൽ രോഹിത്തിന് ഞാൻ 10 മാർക്ക് തന്നെ കൊടുക്കും. എന്താ വെച്ചാൽ ഏറ്റവും എന്താ പറയുക, ഒരു സച്ചിനൊക്കെ ക്യാപ്റ്റനായ കാലം എനിക്ക് ഓർമ്മയുണ്ട്. സച്ചിനാണ് ഒരു കാംനെസ് ഉണ്ടായിരുന്നില്ല ക്യാപ്റ്റനെയും. എന്ന് വെച്ചാൽ തൻ്റെ ലെവലിൽ എല്ലാ കളിക്കാരും എത്തണം എന്നുള്ള, അതാണൊരു മെൻ്റൽ പ്രോസസ്സ്. അതായിരുന്നു എല്ലാ കളിക്കാർക്കും സച്ചിൻ്റെ ലെവലിൽ ഒരിക്കലും എത്താൻ പറ്റില്ല. അതിപ്പോൾ നമുക്ക് സംസാരിക്കുമ്പോൾ മനസ്സിലാവും. ആ ഒരു ഫ്രസ്ട്രേഷനായിരുന്നു എപ്പോഴും സച്ചിൻ. അതിപ്പോൾ JP ഡുംനെ പറ്റിയാണെങ്കിലും അഭിഷേക് നായരെ പറ്റിയാണെങ്കിൽ ഇവരൊന്നും ഞാൻ പറയുന്നത് ചെയ്യുന്നില്ല ശരിക്കും. ആ ഒരു ഫ്രസ്ട്രേഷൻ ലൂപ്പായിരുന്നു സച്ചിൻ്റെ ക്യാപ്റ്റൻസി. രോഹിത് വന്നതോടുകൂടി എല്ലാ കളിക്കാരും തന്നെ കുറേയും കൂടി റിലാക്സ്ഡ്. അതിൽ വേൾഡ് ക്ലാസ് കളിക്കാർ വരെ, ഇപ്പോൾ പൊളാർഡ്, മലിംഗ, ഇവരൊക്കെ അവരുടെ ബെസ്റ്റ് ക്രിക്കറ്റ് കളിച്ചത് രോഹിത്തിൻ്റെ ക്യാപ്റ്റൻസിയിലാണ്. ബുംറ, അതെ. അപ്പോൾ ബുംറ വരുന്നത് രോഹിത് ക്യാപ്റ്റനായിരിക്കും. അപ്പോൾ
ബാറ്റ്സ്മാനായിട്ട് ഞാൻ 7 മാർക്കേ കൊടുക്കുള്ളൂ. എന്താ വെച്ചാൽ ഒരു വിധത്തിലും IPLൻ്റെ ഒരു ടോപ്പ് 10 ബാറ്റ്സ്മാനിൽ ഞാൻ രോഹിത്തിനെ പെടുത്തില്ല. അതിന് എത്രയോ കളിക്കാർ അതിന് മുമ്പിലുണ്ട്. രണ്ടും കൂടിയും കൂട്ടുമ്പോൾ രണ്ടും എത്ര മാർക്ക് കൂടി കൊടുക്കും? ഒരു 8.5. കോഹ്ലിക്ക് ക്യാപ്റ്റൻസിക്ക് 10. അത് കോഹ്ലിക്ക് താഴെയാണ് ടോട്ടൽ അതെ. റേറ്റിംഗ്. ഇനി നമ്മൾ പറയേണ്ട പേര് ക്രിസ് ഗെയിലാണ്. കാരണം 2020 ക്രിക്കറ്റിൽ ഏറ്റവും ഇമ്പാക്റ്റ് ഉണ്ടാക്കിയ ഒരു പ്ലെയറാണ് ക്രിസ് ഗെയിൽ എന്ന് പറയുന്നത്. ഒരു സീസൺ 2010 തന്നെയാണ് എൻ്റെ ഓർമ്മ. പാതി വഴിയിൽ ടീമിലില്ലാതെ ഇരുന്ന ഒരാളെ RCB ഒരു സീസൺ പകുതിയിൽ നിന്ന് വിളിക്കുകയും ഡെർക്കിനാൻസിന് പരിക്കേറ്റ് അതെനിക്ക് തോന്നുന്നു ക്രിക്കറ്റിന് തന്നെ ഒരു ഹിസ്റ്ററിയായി മാറുകയാണ്. ഗെയിലിൻ്റെ കരിയർ മാറി, ഒരു യൂണിവേഴ്സ് ബോസായി എല്ലാ ഫ്രാഞ്ചൈസികളിലേക്കും പോകുന്നു. ഗെയിലാണെങ്കിൽ വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇപ്പോൾ 170 ഒരാൾക്ക് സ്വപ്നം കാണാൻ പറ്റാത്ത അത്രയും വലിയ റൺസ് അടിച്ചിട്ടുണ്ട്. ഒരുപാട് സീസണുകളിൽ ഓറഞ്ച് ക്യാപ്പ് നേടിയിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് ഒറ്റക്ക് വിജയിപ്പിച്ച മത്സരങ്ങളുണ്ട്. പക്ഷേ ഗെയിൽ ഒരു ട്രോഫി ജയിച്ചിട്ടുണ്ട്. രണ്ട് സീസണിൽ 50 സിക്സിൻ്റെ മേലെ അടിച്ചിട്ടുള്ള ഒരു കളിക്കാരൻ ഗെയിലാണ്. ഞാൻ വൈഭവിൻ്റെ കാര്യം നേരത്തെ പറഞ്ഞു. 18 സിക്സ് അടിച്ചു കഴിഞ്ഞു 76 ബോളിൽ. ഗെയില് 2012 59 സിക്സ് അടിച്ചത് ഇപ്പോഴും റെക്കോർഡാണ്. അത് ഈ 59 സിക്സിൻ്റെ കൂടെ പക്ഷേ 700 റണ്ണിൻ്റെ മേലെ അടിച്ചിട്ടുമുണ്ട്. അപ്പോൾ കൺസിസ്റ്റൻസിയും ബിഗ് ഹിറ്റിങ്ങും രണ്ടും കൂടി ചെയ്യാൻ പറ്റുക എന്ന് പറഞ്ഞാൽ ശരിക്കും കളി മാറ്റിമറിച്ച ഒരാൾ ഗെയിലാണ്. ഇപ്പം നമ്മൾ ഈ 12 റൺ റേറ്റ് 240 ടോട്ടൽ എന്നൊക്കെ പറയുന്നത് അത് 13 കൊല്ലം മുമ്പ് ഗെയിൽ ആ റേറ്റിലാണ് ബാറ്റ് ചെയ്തത്. പക്ഷേ ഗെയിലിന് 2 പ്രശ്നം എന്ന് പറയുന്നത്, ഒന്ന് ഗെയിൽ ട്രോഫി വിജയിച്ചില്ല, മറ്റൊന്ന് അദ്ദേഹത്തിന് ഫീൽഡിങ്ങിനെ കുറിച്ച് വലിയ ഫിറ്റ്നസ് വലിയ പ്രശ്നം. അത് ട്രെയിനിങ്ങിനെ പറ്റി വളരെ ഞാൻ പലരോടും സംസാരിച്ചിട്ടും നേരിട്ട് കണ്ടിട്ടുണ്ട്. ദിവസം മുഴുവൻ ഉറങ്ങും, കളിയുടെ സമയമാകുമ്പോൾ ഒന്ന് എണീറ്റിട്ട് മറ്റേ ഇളനീരും വെള്ളമൊക്കെ കുടിച്ച് ഹൈഡ്രേറ്റ് ചെയ്ത് വന്ന് കളിക്കും. ആ ഒരു കോഹ്ലിയുടെ ഒരു കമ്മിറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നെങ്കിൽ ചിലപ്പോൾ ഗെയിൽ 1000 റൺ ക്രോസ് ചെയ്യായിരുന്നു ഒരു സീസണിൽ. ഗെയിലിന് എത്ര ടോട്ടൽ മാർക്ക് എത്ര ഇടും? എല്ലാ ഘടകങ്ങളും പരിഗണിച്ചിട്ട് എത്ര മാർക്ക് കൊടുക്കും? ഞാൻ ഇന്നാലും 9 കൊടുക്കും. എന്താ വെച്ചാൽ കളി ശരിക്കും മാറ്റിമറിച്ചത് ഗെയിലാണ്. ഈ IPL ആകെപ്പാടെ ഒരു എന്താ പറയുക, ഒരു ഗ്ലോബൽ അട്രാക്ഷൻ ആക്കിയത് ശരിക്കും ആ ഗെയിലിൻ്റെ സിക്സ് ഹിറ്റിംഗ് ആണ്. അതുപോലെ മറ്റൊരു വെസ്റ്റ് ഇൻഡീസുകാരൻ, ഒരുപാട് വെസ്റ്റ് ഇൻഡീസുകാരുണ്ട് ഈ ഗോൾഡ് ബേറ്റിൽ. അടുത്തൊരാൾ കീറൻ പൊള്ളാർഡാണ്. കീറൻ പൊള്ളാർഡ് നമുക്കറിയാം ഒരു 3D പ്ലെയർ ആയിരുന്നു. ബാറ്റ് ചെയ്യും, ബോൾ ചെയ്യും, നന്നായി അത് ഗംഭീരമായി ഫീൽഡും ചെയ്യും. മുംബൈയുടെ ഒരു ഗോൾഡൻ പീരീഡിൽ ഉണ്ടായിരുന്ന ഒരാളാണ്. എന്നാൽ പൊള്ളാർഡിനെ കുറിച്ച് ഒരുപാട് വിമർശനങ്ങളുണ്ട്. അവസാനത്തെ സീസണുകളിൽ അത്ര ഫോമിലല്ലായിരുന്നു. പിന്നെ അതേപോലെ തന്നെ ബൗളിങ്ങിൽ അത്ര കൺസിസ്റ്റൻ്റ് അല്ലായിരുന്നു പല സീസണുകളിലും. നല്ല സ്പിന്നേഴ്സിനെതിരെ ചിലപ്പോൾ പരുങ്ങുന്നുണ്ടായിരുന്നു. എന്നാൽ തിരിച്ചുണ്ട്, ഇപ്പോൾ ഒറ്റയ്ക്ക് ഒരുപാട് മത്സരങ്ങൾ അദ്ദേഹം ടേൺ ചെയ്തിട്ടുണ്ട്. ചില ഫൈനലുകളിലൊക്കെ ഒറ്റയ്ക്കുള്ള ഇന്നിങ്സ് ഒക്കെ ഉണ്ട്. മുംബൈ ആദ്യമായിട്ട് കപ്പടിക്കുന്ന സമയത്തൊക്കെ പൊള്ളാർഡാണ് വലിയൊരു ഇതുണ്ടായിരുന്നു. അപ്പോൾ പൊള്ളാർഡിന് എത്ര മാർക്ക് കൊടുക്കും, അല്ലെങ്കിൽ പൊള്ളാർഡിനെ എങ്ങനെയാണ് കാണുന്നത്? ഈ അവസാനത്തെ ഒരു 2-3 കൊല്ലം കാരണം മാത്രം ഞാനൊരു 8 മാർക്കേ കൊടുക്കുള്ളൂ. അതുവരെ ശരിക്കും IPL ചരിത്രത്തിൽ തന്നെ ഏറ്റവും ഒരു ഇൻഫ്ലുവൻഷ്യൽ പ്ലെയർ എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. എന്നുവെച്ചാൽ നിങ്ങൾ പറഞ്ഞ പോലെ ഒരു ഫൈനൽ ജയിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ചില്ലറ കാര്യമൊന്നുമല്ല. അതും ചില ഫൈനലൊക്കെ വളരെ ടൈറ്റായിട്ടുള്ളത്. എനിക്ക് 1 റണ്ണിനാണ് അവർ മറ്റേ പൂനെ സൂപ്പർ ജയൻസിനെതിരെ ജയിക്കുന്നത്. അപ്പം അങ്ങനത്തെ കളിയൊക്കെ ജയിക്കുക എന്ന് പറഞ്ഞാൽ അതാണ് ശരിക്കും ഒരു ചാമ്പ്യൻ പ്ലെയർ ചെയ്യണത്. അപ്പം അങ്ങനത്തെ ബിഗ് മാച്ചസിലൊക്കെ പൊള്ളാർഡ് സാധാരണ പെർഫോം ചെയ്യുമായിരുന്നു. അതിപ്പോൾ ഒരു മറ്റേ എലിമിനേറ്ററോ ക്വാളിഫയറോ ഫൈനലോ എന്തായാലും അതിൽ പെർഫോം ചെയ്യും. പിന്നെ അവസാനത്തെ കൊല്ലങ്ങളിൽ ബോളിങ്ങും തീരെ എറിഞ്ഞിട്ടില്ല എന്ന് തന്നെ പറയാം ഏകദേശം. അത് ഫിറ്റ്നസിൻ്റെയൊക്കെ പ്രശ്നമായിരുന്നു. ഇങ്ങനെയൊക്കെയാണെങ്കിലും പൊള്ളാർഡിന് മുമ്പേക്ക് റീപ്ലേസ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അങ്ങനത്തെ കളിക്കാരെ റീപ്ലേസ് ചെയ്യാൻ പറ്റില്ല. ഇപ്പൊ KKR അതാണ് ഇപ്പൊ ആൻഡ്രേ റസലിന്റെ കൂടെ കണ്ടുപിടിച്ചത്. ആൻഡ്രേ റസലിന് ഇതേപോലെ ഒരു കൊൽക്കത്തയ്ക്ക് കൂടെ 2015 മുതലുണ്ട്. ഒരുപാട് ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. അത്യാവശ്യം ബാറ്റിങ്ങിൽ അതും അദ്ദേഹം നേടുന്ന റൺസ് ഭയങ്കര ഇമ്പാക്ട്ഫുൾ ആയിരുന്നു. നേടിയ റൺസിനേക്കാൾ നേടുന്ന റൺസ് ഇമ്പാക്ട്ഫുൾ ആയിരുന്നു. ബോളും എറിയുന്ന ആളായിരുന്നു. എത്ര മാർക്ക് കൊടുക്കും റസലിന്? ഞാൻ ഒരു 8.5 കൊടുക്കും. പൊള്ളാർഡിന്റെ മേലെ. എന്താ വെച്ചാൽ ഇത്രയും ഗെയില് കഴിഞ്ഞിട്ട് ഇത്രയും ഡിസ്ട്രക്റ്റീവ് ആയിട്ടുള്ള ഒരു ഹിറ്ററെ ഞാൻ കണ്ടിട്ടില്ല. ഇത് ഒരു ഗ്രൗണ്ടിനും ഒരു ബോളർക്കും തടുക്കാൻ പറ്റാത്തൊരു അങ്ങനത്തെ ഒരു ജാതി ഹിറ്റിംഗ് ആയിരുന്നു. 2019 ഗെയില് കൂടാതെ ആകെ ഈ 50 മാർക്ക് കടന്നിട്ടുള്ളത് റസലാണ്. പക്ഷെ റസല് 52 സിക്സ് അടിക്കേണ്ടത്
249 ബോളിലൊറ്റാണ്. അപ്പം 5 ബോളും കൂടി എടുക്കണില്ല ഒരു 6 അടിക്കാൻ. അതൊരു ഫുൾ സീസണിൽ 500 റൺ എടുത്തൊരു സീസൺ. പക്ഷെ പൊള്ളാഡിന്റെ അത്ര ട്രോഫി വിൻ ചെയ്തിട്ടില്ല എന്നുള്ള പ്രശ്നം. ഇല്ല, പക്ഷെ അത് ഒരു ഒരു ഫൈനൽ ജയിച്ചു, വേറൊരു ഫൈനലിലെത്തി. പിന്നെ ഒരു ട്രോഫി ഇപ്പോൾ കോഹ്ലിയുടെ കാര്യം പറഞ്ഞ പോലെ ഒരാൾക്ക് മാത്രമായിട്ട് ജയിക്കാനും പറ്റില്ല. അത് ടീം ബാലൻസും പല കാര്യങ്ങളും. മുംബൈക്ക് എല്ലാ കാലത്തും ആ രോഹിത് ക്യാപ്റ്റനായതിനു ശേഷം കുറേ അവരുടെ സ്കൗട്ടിങ് ടീമിന് ക്രെഡിറ്റ് കൊടുക്കണം. അവരെപ്പോഴും ഒരു ബാലൻസ് ടീമായിരുന്നു. ഇപ്പോഴാണ് കുറച്ച് ബാലൻസ് പോയിട്ടുള്ളത്. അപ്പോൾ ഈ ലിസ്റ്റിലുള്ള ഒരു ഓസ്ട്രേലിയക്കാരൻ ഒരാളേ ഉള്ളൂ, അത് സംശയമൊന്നുമില്ല, ഡേവിഡ് വാർണറാണ്. ഒരുപാട് സീസണിൽ ഓറഞ്ച് ക്യാപ്പുണ്ട്, കിരീടം നേടിയിട്ടുണ്ട്, സൺറൈസേഴ്സിനെ പോലുള്ളൊരു ടീമിൻ്റെ കൂടെ നേടിയിട്ടുണ്ട്. വാർണർ എന്ന് പറയുന്ന പ്ലെയറേയും ക്യാപ്റ്റൻസിയൊക്കെ എങ്ങനെയാണ് കാണുന്നത്? വാർണർക്ക് ഞാൻ ഇതേപോലെ ആ കളിച്ച കാലം ഒരു മോശം സീസണൊറ്റ ഉണ്ടായിരുന്നു. പിന്നെ അതും അപ്പോഴേക്കും മാനേജ്മെൻ്റായിട്ട് തെറ്റിയതാണ് പ്രശ്നം. മറ്റേ കാവ്യമാരനായിട്ട് ശരിയായില്ല. പക്ഷെ അതുവരെ ഇപ്പം 2016 ശരിക്കും RCB ജയിക്കേണ്ട ടൈറ്റിലാണ്. പക്ഷെ അത് വാർണറുടെ ആ ഒരു ഇന്നിങ്സ് കാരണം കളി മാറുന്നു. വാർണർ മാത്രമല്ല, ബെൻ കട്ടിങ്ങും ഇവരൊക്കെ കൂടി. പക്ഷെ വാർണറിൻ്റെ ക്യാപ്റ്റൻസി അത് എന്നിട്ടും RCB ചേസ് ചെയ്യുമ്പോൾ 114 റണ്ണൊറ്റ ഒരു വിക്കറ്റ് മാത്രം പോയിട്ട് അവിടുന്ന് തിരിച്ച് വന്ന് കപ്പ് ജയിക്കാതെ വാർണർ കാമായത് കാരണം മാത്രം. വേറെ പല ക്യാപ്റ്റനും ആണെങ്കിലും പാനിക് ചെയ്യായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ടും ഫൈനലെത്തി 18 ചെന്നൈക്കെതിരെ. അപ്പം എങ്ങനെ പിന്നെ എത്രയോ സീസൺ അടുപ്പിച്ച് 600 റൺ ക്രോസ് ചെയ്യും. അതും സ്ലോ ആയി കളിച്ചിട്ടൊന്നുമല്ല, 130 സ്ട്രൈക്ക് റേറ്റിലൊന്നും അല്ല 600 റൺ എടുത്തിട്ടുള്ളത്. ഇപ്പോൾ ടോട്ടൽ മാർക്ക് എത്രയാണ്? 9 കൊടുക്കും. 9 കൊടുക്കാം. അതുപോലെ ഇനി ബോളേഴ്സാണ്. ഒന്ന് സംശയമൊന്നുമില്ല, ലസിത് മലിംഗയാണ്. അപ്പോൾ നമ്മൾ IPL തുടങ്ങുന്ന വരെ ലസിത് മലിംഗ അത്രക്ക് സ്റ്റാർ അല്ല, എന്നതിനേക്കാളും നല്ല സ്റ്റാർ ബോളേഴ്സ് IPL ഉണ്ടായിരുന്നു. ഷെയ്ൻ ബോണ്ട് അത്രക്ക് ഉണ്ടായിരുന്നു. പക്ഷേ IPL തുടങ്ങിയതിന് ശേഷം വലിയൊരു റെവല്യൂഷൻ ഉണ്ടാക്കിയ ബോളറാണ് ലസിത് മലിംഗ എന്ന് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ ഒരു യോർക്കർ ലെങ്ത്തൊക്കെ 2020 ഏറ്റവും വിദഗ്ധമായി പരീക്ഷിച്ച ഒരാളാണ്. മുംബൈയുടെ എന്താ പറയുക, മുംബൈ അതിൻ്റെ മലിംഗയുടെ ഇൻഫ്ലുവൻസ് മറ്റു ബോളർമാർക്ക് പോലും ഉണ്ട്, ബുംറ അടക്കമുള്ള പലർക്കും ഉണ്ട്. പിന്നെ മുംബൈയുടെ ഒരുപാട് കിരീടങ്ങളിൽ പങ്കാളിയാണ്. ഇപ്പോൾ 2019 ഫൈനലൊക്കെ ശരിക്കും ജയിപ്പിക്കുന്നത് മലിംഗയാണ്. അവസാന ഓവർ ചെന്നൈയിട്ട് പോയിട്ടൊരു ഉണ്ടല്ലോ, അത് അന്ന് മലിംഗയാണ് വിജയിപ്പിക്കുന്നത്. അപ്പോൾ അങ്ങനെ മലിംഗയ്ക്ക് എല്ലാം പരിഗണിച്ചിട്ട് ഒരു എത്ര മാർക്കിനുള്ളത്? മലിംഗയ്ക്ക് ഞാൻ 9 എന്തായാലും കൊടുക്കും. അവസാനം ഇതേപോലെ കുറച്ച് ഈ പരിക്കുകളൊക്കെ കാരണം ആ ഇഫക്റ്റീവ്നെസ് പണ്ടത്തെ പോലെ ഉണ്ടായിരുന്നില്ല. പക്ഷെ പീക്ക് മലിംഗ എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ ഒരു ബോളർ IPL ബുംറ പോലും അത്രയും ഒരു എന്താ പറയുക അൺപ്ലേബിൾ ആ ഒരു സ്ലിങ്ങി ആക്ഷൻ കാരണം ഈ കളിക്കാർ ബാറ്റിംഗ് ടെക്നിക്ക് മാറ്റാൻ തുടങ്ങിയത് തന്നെ ഈ ക്രീസിൽ ഡീപ്പായി നിൽക്കാൻ തുടങ്ങിയ ഒരു മെയിൻ കാരണം മലിംഗയുടെ യോക്കേഴ്സാണ്. അത് വേറെ ഒരു നിവൃത്തിയില്ല അത് തടുക്കാൻ. അത് കാരണമാണ് ഈ കുറച്ചും കൂടി ഡീപ്പായിട്ട് നിന്ന് ബാറ്റ് ചെയ്യാൻ തുടങ്ങി. എന്നിട്ടും ആർക്കും 6 ഒന്നും അടിക്കാൻ പറ്റിയിട്ടില്ല, ജസ്റ്റ് തടുക്കാൻ വേണ്ടി മാത്രം. മലിംഗയാണെങ്കിൽ ഭയങ്കര സ്വയം ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട്. ആദ്യകാലങ്ങളിൽ മലിംഗ അല്ലായിരുന്നു IPL. അതെ, പിന്നീട് സ്ലോ ബോളും പല വേരിയേഷൻസും ഒക്കെ കൊണ്ടുവന്നു. പേസ് പോയതോടുകൂടി പണ്ടത്തെ പേസ് ഇപ്പം 2007 ഞാൻ സൗത്ത് ആഫ്രിക്കയ്ക്കെതിരെ ഞാൻ ലൈവായി കണ്ടിട്ടുണ്ട് വേൾഡ് കപ്പ് മാച്ച്. 5 ബോളിൽ 4 വിക്കറ്റ് എടുക്കുന്നത്. അപ്പോഴത്തെ പേസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ബോൾ കാണാനും പോലും പറ്റില്ല, അത്രയും പേസായിരുന്നു. പക്ഷെ ആ പേസ് പോയപ്പോൾ 2012-14 ആയപ്പോഴേക്കും ആ പേസ് പോയി. അപ്പോൾ പക്ഷെ വേരിയേഷൻസ് കൊണ്ടുവന്നു. അത് അത്ര തന്നെ ഡിഫിക്കൽട്ടായിരുന്നു പിക്ക് ചെയ്യാൻ. അടുത്ത പേര് ജസ്പ്രീത് ബുംറയാണ്. നമുക്കറിയാം മലിംഗയുടെ ഒരു ലെഗസി കുറേ കാലം മലിംഗിൻ്റെ കൂടെ ആയിരുന്നു, പിന്നീട് ഒറ്റക്കാണ്. എനിക്ക് തോന്നുന്നത് മുംബൈയുടെ ഏറ്റവും വലിയ കിരീടങ്ങൾ ഏറ്റവും വലിയ പങ്കുവഹിച്ച ആളിനെയാണ് ബുംറ എന്ന് പറയുന്നത്. ഇപ്പോൾ ഈ സീസണും ബുംറയുടെ മോശം ഫോമാണെന്നാണ് പറയുന്നത്, കാരണം ഒരു വിക്കറ്റ് പോലും കിട്ടില്ല. എന്നാൽ പോലും മറ്റു ബോളർമാരെ വെച്ച് നോക്കുമ്പോൾ എക്കോണമി ഫോർ ബെറ്ററാണ്. അങ്ങനെ ബുംറ എന്ന് പറയുന്നത് ഈ ക്രിക്കറ്റിൽ ഏറ്റവും ഇമ്പാക്റ്റ് ഉണ്ടാക്കിയൊരു ബോളറാണ്. പക്ഷേ ഇന്ത്യയുടെ ഗുഡ് ബോളറാണെന്ന് നമുക്ക് നിസ്സംശയം പറയാവുന്ന ഒരാളാണ് ബുംറ. അങ്ങനെ ബുംറയുടെ എല്ലാ ഘടകങ്ങളും കൂടി പരിഗണിച്ചിട്ട് എത്ര മാർക്ക് കൊടുക്കും? ബുംറയ്ക്ക് ഞാൻ മലിംഗയെ പോലെ 9 തന്നെ കൊടുക്കും. ബുംറയ്ക്ക് ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങൾ ഫിറ്റ്നസ് കാരണം മാത്രമാണ്, അല്ലാതെ ഫോമിൻ്റെ ഡിപ്സ് വളരെ കുറവേ ഉള്ളൂ. ഇപ്പം തന്നെ ഔട്ട് ഓഫ് ഫോം എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് ബാക്കി ടീംസൊന്നും ബുംറ ആകെ വൈഭവ് മാത്രമേ ശരിക്കും അറ്റാക്ക് ചെയ്യാൻ നോക്കിയിട്ടുള്ളൂ. ബാക്കി മിക്ക കളിക്കാരും എങ്ങനെയെങ്കിലും ബുംറയുടെ 4 ഓവർ ബ്ലോക്ക് ചെയ്ത് ഒഴിവാക്കാൻ നോക്കുകയാണ്.
അതാണ് ഇപ്പോൾ അന്താരാഷ്ട്ര ക്രിക്കറ്റ് ആയാലും IPL ആയാലും മിക്ക ടീമിൻ്റെ സ്ട്രാറ്റജിയും എങ്ങനെ ബുംറയെ പുറത്ത് നിർത്താൻ പറ്റും അത്ര. ഇതിൽ IPL ഗോട്ട് പോളിസി രണ്ടുപേരും തന്നെയാണ് നമുക്ക് ഉറപ്പിക്കാം, മലിംഗയും പിന്നെ അതെ, പേസർമാരിൽ. പേസർമാർ. അതിൽ ഇനി നമ്മൾ പറയുന്നത് മറ്റൊരു RCB താരമാണ് ഈ AB ഡിവില്ലിയേഴ്സ്. അതുപോലെ തന്നെ ഭയങ്കര റെവല്യൂഷൻ ഉണ്ടാക്കിയ ഒരു ബാറ്ററാണ്. നമുക്കറിയാം ഡിവില്ലിയേഴ്സും IPL മുമ്പേ കളിക്കുന്ന ആളാണെങ്കിലും IPL-ലാണ് ഡിവില്ലിയേഴ്സും വലിയൊരു ട്രാൻസ്ഫോർമേഷൻ നടത്തുന്നത്. 360 ഷോട്ട് കൊണ്ടുവരുന്നു. അതും പലരും എന്താ പറയുക, ഇപ്പോൾ സൂര്യകുമാർ യാദവിനെ പോലെ ഒരുപാട് പേര് അത് ഇൻഫ്ലുവൻസ് ആയിട്ടുണ്ട്. ഏത് ബോളും അടിക്കുക എന്ന് തെളിയിക്കുന്നു, ഏത് ബോളർക്കെതിരെയും ഹിറ്റ് ചെയ്യുന്നു. ഭയങ്കര എന്താ പറയുക മൈൻഡ് ബ്ലോയിങ് ആയിട്ടുള്ള ആളാണ്. ഇന്ത്യയിൽ ഭയങ്കര ഫാൻസ് ഉള്ള ആളാണ് AB ഡിവില്ലിയേഴ്സ്. പക്ഷെ അദ്ദേഹം ഈ പറഞ്ഞ പോലെ 2 വർഷങ്ങളുടെ ഒന്ന് അദ്ദേഹം ട്രോഫി വിജയിച്ചിട്ടില്ല, മറ്റൊന്ന് പല നിർണായക മത്സരങ്ങളിലും അദ്ദേഹത്തിന് കോൺട്രിബ്യൂഷൻ വിചാരിച്ച പോലെ ഇല്ലായിരുന്നു എന്നുള്ള വിമർശനമുണ്ട്. അങ്ങനെ AB ഡിവില്ലിയേഴ്സ് എന്ന് പറയുന്ന ബാറ്ററെ പരിഗണിച്ച് എത്ര മാർക്ക്? ഞാനൊരു 8.5 കൊടുക്കും. എന്താ വെച്ചാൽ ഫോമിലാണെങ്കിൽ ആ ലെവലിലേക്ക് ഒരു ബാറ്റ്സ്മാനും എത്തില്ല. ഗെയിലായാലും കോഹ്ലിയായാലും ആരായാലും. ഞാൻ പല പീക്ക് AB ഇന്നിങ്സ് നേരിട്ട് കണ്ടിട്ടുണ്ട്. അത് നമുക്ക് ഞാൻ എൻ്റെ ജീവിതത്തിലാകെ വിവ് റിച്ചർഡ്സും പീക്ക് സച്ചിനും മാത്രമേ ആ ഒരു സ്റ്റാൻഡേർഡിൽ കളിക്കുന്നത് കണ്ടിട്ടുള്ളൂ. അപ്പം പക്ഷെ അതെല്ലാ ഇപ്പം നോക്കൗട്ട് മാച്ചസിലൊന്നും പലപ്പോഴും അങ്ങനെ കളിക്കാൻ പറ്റിയില്ല. സൗത്ത് ആഫ്രിക്കൻ ജീനാണ്. അതാണ് ഒരു ഡ്രോബാക്ക്. ഇപ്പോൾ എബിയുടെ റെക്കോർഡ് നോക്കിക്കഴിഞ്ഞപ്പോൾ IPL ഫൈനൽസിലായാലും നോക്കൗട്ട് മാച്ചസിലായാലും, ഞാൻ റാഞ്ചിയിൽ ഒരിക്കൽ ഒരു നോക്കൗട്ട് മാച്ച് കാണാൻ വേണ്ടി CSK ആയിട്ട്, അപ്പോൾ ഇതേപോലെ വലിയ പ്രതീക്ഷകളായിരുന്നു. പക്ഷേ ഈ നോക്കൗട്ട് സിറ്റുവേഷൻ വരുമ്പോൾ പ്രഷറോ എന്താണെന്ന് അറിയില്ല, അതോ ചിലപ്പോൾ ബാഡ് ലക്ക് ആയിരിക്കാം. സൗത്ത് ആഫ്രിക്കൻ ടീമിലുള്ള ഒരു പ്ലേസിന് പൊതുവെ ഉള്ളതാണ് പ്രത്യേകിച്ച്. പക്ഷെ അത് കാരണം ഞാൻ കോഹ്ലി അവസാനം പോയി ഒരു ജയിച്ചു. അതെ അതെ. അപ്പോൾ 8.5 ആണ്. ഇനി പറയുന്ന മറ്റൊരു വെസ്റ്റ് ഇൻഡീസുകാരൻ സുനിൽ നരൈനാണ്. സുനിൽ നരൈൻക്ക് വന്നത് പോലെ തന്നെ പറയേണ്ട ഒരാളാണ്. കാരണം ബൗളിങ്ങിൽ ഭയങ്കരമായ കൺസിസ്റ്റൻസിയാണ്. അവസാന ഘട്ടത്തിൽ കുറച്ച് ഇപ്പോൾ പഴയൊരു ഫോമിലല്ല അദ്ദേഹം ഉള്ളത്. പക്ഷെ അദ്ദേഹം അൺപ്രഡിക്റ്റബിളായിട്ട് ബാറ്റിങ്ങിൽ വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. KKRന്റെ കൂടെ ട്രോഫികളും വിജയിച്ചിട്ടുണ്ട്. അങ്ങനെ എല്ലാം കൊണ്ടും ഒരു കംപ്ലീറ്റ് പാക്കേജാണ്. പക്ഷെ ഒരു ഡ്രോബാക്ക് എന്ന് പറയുന്നത് ഒന്ന് അദ്ദേഹത്തിൻ്റെ ആക്ഷൻ സംബന്ധിച്ച് കുറച്ച് വിവാദങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഈ സുനിൽ നരൈൻ എന്ന് പറയുന്ന ബോളറെ പരിഗണിച്ചിട്ട് എത്ര മാർക്ക്? സുനിൽ നരൈൻ ഇമ്പാക്റ്റും എന്ന് പറഞ്ഞാൽ ശരിക്കും ആ കളിക്കാരനില്ലാതെ KKRന്റെ 3 കിരീടമില്ല ശരിക്കും. ആദ്യത്തെ ആ കാലത്ത് ഗംഭീറിൻ്റെ ക്യാപ്റ്റൻസിയിൽ 2012-ലും 2014-ലും നരൈൻ ഓൾമോസ്റ്റ് അൺപ്ലേയബിളാണ്. ആർക്കും പിക്ക് ചെയ്യാൻ പറ്റില്ല. പിന്നെയാണ് ആക്ഷൻ റിപ്പോർട്ട് ചെയ്ത് ആക്ഷനൊക്കെ മാറ്റേണ്ടി വന്നു. അതിനുശേഷം ഒരു സീസൺ 20 വിക്കറ്റ് എടുത്തിട്ടില്ല. പിന്നെ ഒരു കണ്ടെയ്നിങ് ബോളറായി മാറി. ആദ്യകാലത്ത് ആ ടൈറ്റിൽ ജയിക്കുന്ന സമയത്ത് ഒരു സ്ട്രൈക്ക് ബോളറാണ് ശരിക്കും. പിന്നീട് ഒരു കണ്ടെയ്നിങ് ബോളറും മറ്റേ ഓപ്പണിംഗ് ബാറ്റ്സ്മാനായിട്ട് റീഇൻവെൻറ്റ് ചെയ്തു. അപ്പം അത് ശരിക്കും ഭയങ്കര ഒരു ഇത് തന്നെയാണ്. ഒരു ടീമിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ബോളറായിട്ടും ട്രോഫി ജയിച്ചിട്ടുണ്ട്, പിന്നീട് ഓപ്പണറായിട്ടും. അപ്പം അത് ആ ഒരു ഓൾറൗണ്ട് ഇതിന് എന്തായാലും ഞാനൊരു 9 മാർക്ക് കൊടുക്കും. കഴിഞ്ഞ കുറേ സീസണായിട്ട് ബോളിംഗ് ഒരു ടോപ്പ് ബോളറെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. റൺസ് വഴങ്ങില്ല എന്നേ ഉള്ളൂ. ഇപ്പം റഷീദ് ഖാൻ്റെ ഒന്നും ലെവലിലല്ല കഴിഞ്ഞ കുറച്ച് കൊല്ലമായി. റഷീദ് ഖാനും അവസാനം കുറച്ച് ഡിപ്പാണ് 2 സീസണായിട്ട്. ഇനി പറയുന്നത് മഹേന്ദ്ര സിംഗ് ധോണിയാണ്. മഹേന്ദ്ര സിംഗ് ധോണി നമുക്കറിയാം 2008 മുതൽ ആദ്യ സീസൺ മുതൽ തന്നെ ഉള്ള ഒരാളാണ്. അതിൽ തന്നെ ഒരു ചെന്നൈക്ക് ബാൻ കിട്ടിയ 2 വർഷങ്ങളിലകത്ത് എല്ലാ കാലത്തും ചെന്നൈക്ക് കൂടെയാണ്. പക്ഷേ എനിക്ക് തോന്നുന്നത് ഒരു കൾട്ട് ഫിഗർ എന്നുള്ള രീതിയിൽ ഏറ്റവും വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കിയ ആൾ മഹേന്ദ്ര സിംഗ് ധോണിയാണ് IPL. കാരണം ചെന്നൈ പൊതുവെ ഈ തമിഴ്നാട്ടുകാരെ കുറിച്ച് ഇങ്ങനെ ഹിന്ദി ആളുകൾ അത്ര വലിയ അവിടെ പോപ്പുലാരിറ്റി ഇല്ല എന്നൊക്കെ പറയാൻ വെച്ചാൽ ധോണി അവിടെ ഒരു വലിയ ഐക്കണാണ്. തല എന്നുള്ള പേരുണ്ട്, പിന്നെ ഒരു വലിയ ബ്രാൻഡാണ്. അപ്പോൾ ഇടയ്ക്ക് അവിടുത്തെ CM ഒക്കെ പോയി ധോണിയെ കാണും. അങ്ങനെ വലിയ ഒരു പേഴ്സൺ എന്നുള്ള നിലയ്ക്ക് വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ ട്രോഫികൾ തന്നെ നമുക്കറിയാം, 5 ട്രോഫികൾ ധോണിയാണ്. 6ാമത്തെ ട്രോഫിയിലും പങ്കാളിത്തമുണ്ട്. 2023-ലും ട്രോഫി നേടിയിട്ടുണ്ട്. പിന്നെ അതും ധോണി അതെ 5 ഉണ്ട്. അപ്പോൾ ധോണി എന്ന് പറയുന്ന അതേസമയം ബാറ്റിങ്ങിലും ധോണി ഒരു കാലത്ത് പ്രതാപകാലത്ത് ഒരുപാട് മത്സരങ്ങൾ നമുക്കറിയാം ഒറ്റയ്ക്ക് വിജയിപ്പിച്ചിട്ടുണ്ട്. ചേസിങ്ങിലും ഈ ഫിനിഷർ എന്നൊക്കെ ഉള്ള പേരൊക്കെ IPL കൂടി ചേർത്തിട്ടാണ് ധോണിയെ വിളിക്കുന്നത്. ധോണി എന്ന് പറയുന്ന ആകത്തുകയിൽ ഒരു കൾട്ട് ഫിഗർ, ക്യാപ്റ്റൻ, അതുപോലെ അവസാന കാലത്ത് ഈ ഫോം ഡിപ്പും കൂടി നമ്മൾ ചേർത്ത് വൈകണം. അതെല്ലാം കൂടി ചേർത്തിട്ട് എത്ര മാർക്ക്? എല്ലാം കൂടി ചേർത്തിട്ട് ഞാൻ 9.5 കൊടുക്കും. വേറെ ഒന്നുമല്ല, ഒരു IPLനെ ഒരു ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂഷനാക്കി മാറ്റിയത് ധോണിയാണ്. അത് എപ്പോഴാണ് സംഭവിച്ചതെന്ന് വരെ എനിക്ക് ഓർമ്മയുണ്ട്.
10 സീസണിലാവുന്നു ധർമ്മശാലയിൽ ഒരു കളി ജയിച്ചിട്ട് ഇങ്ങനെ നെഞ്ഞത്ത് ഇങ്ങനെ അടിച്ച് സാധാരണ ഇമോഷനൊന്നും കാണിക്കാത്തൊരു കളിക്കാരൻ. അപ്പോഴാണ് ആൾക്കാർ വിചാരിച്ച് ഇയാൾ ഈ കളി ഇത്രയും സീരിയസ് ആയി എടുക്കണ്ടെങ്കിൽ നമ്മളും സീരിയസ് ആയി എടുക്കണം. പിന്നെയാണ് അതുവരെ എന്താ പറയുക IPL കുറേ ആൾക്കാർ Fancy. കണ്ടിരുന്ന ഒരു എന്താ പറയുക ഒരു മറ്റേ സോപ്പ് ഓപ്പറയൊക്കെ കാണുന്ന പോലെ വൈകുന്നേരം ഇത് ഓൺ ചെയ്യാന്നുള്ള ആ ഒരു ആറ്റിറ്റ്യൂഡായിരുന്നു. ഇതിപ്പോൾ ഇന്ത്യയുടെ ക്യാപ്റ്റൻ ഇത് ഇത്രയും സീരിയസ് ആയി എടുക്കണമെന്ന് കണ്ടപ്പോൾ അത് ആകപ്പാടെ അന്തരീക്ഷം മാറി. പിന്നെ കളിക്കാരും കുറേയും കൂടി സീരിയസ് ആയി. പിന്നെ ആ ക്യാപ്റ്റൻസിയുടെ ഇൻഫ്ലുവൻസ് ഇപ്പോൾ ഒരു തലമുറ ഇന്ത്യൻ കളിക്കാർ മുഴുവൻ കോഹ്ലി, രോഹിത് ഇവരൊക്കെ ധോണിയുടെ ശിഷ്യന്മാരാണ് ശരിക്കും. അപ്പോൾ ആ ഒരു ഇമ്പാക്റ്റ് ആകെപ്പാടുള്ളൊരു ഇമ്പാക്റ്റ് ശരിക്കും ഇപ്പോൾ IPL എന്ന് പറഞ്ഞൊരു ഇന്ത്യൻ ബ്രാൻഡല്ല, ഒരു ഗ്ലോബൽ ബ്രാൻഡാണ്. അതിലിപ്പോൾ ആരോട് ചോദിച്ചാലും ഒരു ആദ്യം പറയാൻ പോണ പേര് MS എന്നാണ്. തീർച്ചയായിട്ടും കഴിഞ്ഞൊരു 3 കൊല്ലമായിട്ട് എൻ്റെ അഭിപ്രായത്തിൽ 2023 ജയിച്ചപ്പോൾ അതായിരുന്നു ഉത്തമ സമയം വിരമിക്കാൻ. പക്ഷെ അതെന്താ കുറേ ഫ്രാഞ്ചൈസിന് പ്രഷർ ഉണ്ടായിരുന്നു, ഇപ്പം ചെയ്യരുത്. നമ്മൾ ഇതുവരെയൊക്കെ കൊടുത്തത് 9 ആ ഒരു 0.5 കൂടുതൽ കൊടുക്കുന്ന ഈ ഒരു ഇമ്പാക്റ്റ് കൊണ്ടാണ്. അതെ, ആകെപ്പാടില്ല. എന്താ വെച്ചാൽ ഇപ്പം ഞാൻ നേരത്തെ യോഹാൻ ക്രൂയിഫിൻ്റെ കാര്യം പറഞ്ഞ പോലെ കളിക്കളത്തിൽ മാത്രമല്ല അതിനപ്പുറത്തും IPL ഇത്രയും വലിയൊരു ബ്രാൻഡാക്കിയതിൽ ഒന്ന് ലളിത് മോദി, അത് കഴിഞ്ഞിട്ട് എന്തായാലും MS ധോണിയാണ് ശരി. എനിക്കൊന്ന് നമ്മൾ ഇങ്ങനെ കൊടുക്കുമ്പോൾ പലരും പറയുന്ന വിമർശനം ചെന്നൈക്ക് ഒരു ബാൻ കിട്ടിയ സംഭവം ഉണ്ടല്ലോ, അത് ഇതിനേതേ രീതിയിൽ എഫക്റ്റ് ചെയ്യും. അത് പക്ഷേ ഓണർഷിപ്പ് ചെയ്യേണ്ടതും അതിന് ക്യാപ്റ്റനെ കുറ്റം പറയണതിൽ അർത്ഥമില്ല. എന്താ വെച്ചാൽ ഇത് ബിസിനസ് ആംഗിൾ വേറെ, കളി വേറെ. ഇതിപ്പോൾ ധോണിക്ക് ഗുരുനാഥ് മയ്യപ്പൻ്റെ ഫോൺ ചെക്ക് ചെയ്യാനൊന്നും പറ്റില്ല, ആർക്ക് എന്ത് മെസ്സേജ് കൊടുക്കണമെന്ന്. ആ സമയത്ത് ഓണേഴ്സിന് ബോക്സ് മറ്റേ ഇതിൽ വന്നിരിക്കാം, ഫോൺ ഉപയോഗിക്കാം, അങ്ങനെ പല പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു. അപ്പം അതിനിപ്പോൾ ധോണിയെ കുറ്റം പറയണതിൽ എനിക്ക് പിന്നെ നമ്മൾ കുറച്ച് പേരുകളൂടെ ഒറ്റടിക്ക് പറഞ്ഞ് നിർത്താൻ തോന്നുന്നു. റാഷിദ് ഖാൻ ഉണ്ട്. റാഷിദ് ഖാൻ ഒരു അഫ്ഗാൻ എന്ന് വന്നിട്ടൊരു കൾട്ടായ ഒരാളാണ്. അഫ്ഗാനത്തെ ഒരുപാട് പ്ലേയേഴ്സ് ഇവിടെ എത്തുന്നതിന് റാഷിദ് ഖാൻ ഇൻഫ്ലുവൻസ് ചെയ്യാനായിട്ടുണ്ട്. സുരേഷ് റെയ്ന ഒരുപാട് കാലം ചെന്നൈയുടെ കീ പ്ലെയർ ആയിരുന്നു. ഏറ്റവും റൺസിൽ റെയ്ന കളിക്കുന്ന പല സമയങ്ങളിലും റെയ്നയായിരുന്നു ടോപ്പിലുണ്ടായിരുന്നത്. റാഷിദ് ഖാൻ അതിൽ പറയേണ്ട പേരാണ്. പിന്നെ ഒരു ഘട്ടത്തിൽ വീരേന്ദർ സെവാഗ് ഏതാനും സീസണുകൾ നന്നായി തിളങ്ങിയിട്ടുണ്ട്. ഇവരെല്ലാവരും കൂടിയും ചഹൽ ഇങ്ങനെ ടോട്ടൽ ഭുവനേശ്വർ കുമാർ അങ്ങനെ കുറച്ച് പേരുണ്ട്. അലുബി റേറ്റിംഗിൽ ഇതിനേക്കാൾ ഇമ്പാക്റ്റ് ഉണ്ടാക്കിയ ആരെങ്കിലും നമ്മൾ വിട്ടുപോയിട്ടില്ല. ഇല്ല, എൻ്റെ അഭിപ്രായത്തിൽ ധോണി നമ്പർ 1, പിന്നെ ഏകദേശം ഒരേ ലെവലിലായിരിക്കും ക്രിസ് ഗെയിൽ, കോഹ്ലി, ബുംറ, മലിംഗ ഇവരൊക്കെ. മലിംഗ ഞാൻ കുറച്ച് ഒന്ന് മേ ബി രണ്ടാമത് മലിംഗ ആയിരിക്കും ധോണി കഴിഞ്ഞാൽ. ബാക്കിയുള്ളവർ ഒരു 3-4 പേര് ഏകദേശം ഒരേ ലെവലിൽ.